ഗോൾഡ് കവറിംഗ് ആഭരണ രംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം വില്ലുവാദ്രിനാഥന്റെ പുണ്യഭൂമിയായ തിരുവില്ലാമലയിൽ. ലക്ഷ്മി ജ്വൽ പാലസ്, തിരുവില്ലാമല, പഴയന്നൂർ ആൻഡ് ചേലക്കര. പഴയന്നൂർ കല്ലേപ്പാടം ഭാഗത്ത് കെയർ ഹോം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിൽ അർഹരായവരെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി രംഗത്ത്. പഴയന്നൂർ പഞ്ചായത്തിലെ കല്ലേപ്പാടം ഭാഗത്ത് കെയർ ഹോം രണ്ടാം ഘട്ട പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഭവന സമുച്ചയത്തിൽ അർഹരായ ആളുകളെ അവഗണിച്ചുകൊണ്ട് അനർഹർക്ക് വീട് നൽകിയതുമൂലം താമസിക്കാൻ ആളില്ലാതെ പല വീടുകളും പൂട്ടിക്കിടക്കുന്നു. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2022 സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി വീടിനായി കാത്തിരിക്കുന്ന ഭവനരഹിതരും ശോചനീയ അവസ്ഥയിൽ ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ താമസിക്കുന്ന ഒട്ടനവധി ആളുകളും ഉണ്ടായിരിക്കെ യഥാർത്ഥ ഭവനരഹിതരെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ ആവശ്യപ്പെട്ടു. വീടിന് വേണ്ടി ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തിരുന്നു. നാളെ ഇതുവരെ ഇവർക്ക് വീട് കിട്ടിയിട്ടില്ല. ഇവർ ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് നിർവാഹമില്ലാതെയാണ് ഈ വീട്ടിലേക്ക് താമസം മാറ്റിയത്. അതിപ്പോൾ മഴയത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണിരിക്കുകയാണ്. പഴയ പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുത്തു. ഇവർക്ക് താമസിക്കാൻ വീടില്ലാത്തൊരവസ്ഥ ഉണ്ട്. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് കല്ലേപ്പാടം ഭവന സമുച്ചയമുള്ളത്. അതിൽ തുടക്കത്തിൽ തന്നെ താമസിക്കാൻ ആളില്ലാതെ 15ഓളം വീടുകൾ അന്ന് ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ ആളില്ലാതെ അത് പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർക്ക് വെൽഫെയർ പാർട്ടി പരാതി കൊടുത്തിരുന്നു. ഈ രീതിയിൽ ഇവിടെ വെൽഫെയർ ഹോം താമസിക്കാൻ ആളില്ലാതിരിക്കുകയാണ്. പക്ഷേ അർഹരായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ പഴയന്നൂർ പഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ ഉണ്ട്. അർഹരായിട്ടുള്ള ആളുകൾക്ക് ആ വീട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിരുന്നു. അതിന് മറുപടിയായിട്ട് ഇത് ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുത്ത പരാതിയാണ്. അതിന് മറുപടിയായിട്ട് ജോയിന്റ് രജിസ്ട്രാർ നമുക്ക് മറുപടി തന്നത് ഇത് കളക്ടർ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതിയാണ് ഇതിൽ അർഹരെ കണ്ടെത്തിയിട്ടുള്ളത്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ്. ഞങ്ങൾ ഈ വീട് ഭവന സമുച്ചയം നിർമ്മിച്ച് നൽകുക മാത്രമാണ് സഹകരണ വകുപ്പ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പിഞ്ചു മക്കളുണ്ട്. തലനാരി ഇഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഭവന സമുച്ചയം ഇവിടെ 15ഓളം വീടുകൾ താമസിക്കാൻ ആളില്ലാതെ കിടക്കുന്നു. അതിൻ്റെ പത്രവാർത്ത വന്നിട്ടുണ്ട്. മാധ്യമം പത്രത്തിൽ വന്നതാണ്. കെയർ ഹോമിൽ ഫ്ലാറ്റ് കിട്ടിയിട്ടില്ല, ഫ്ലാറ്റ് കിട്ടിയിട്ടും താമസിക്കുന്നില്ല, ലഭിച്ചത് അനർഹർക്കെന്ന് മാധ്യമ പത്രത്തിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വാർത്ത വന്നിരുന്നു. എന്നിട്ടും ഇവിടെ അർഹരായിട്ടുള്ള ആളുകളെ അവഗണിക്കുന്ന ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യം അത് ജനങ്ങൾ മനസ്സിലാക്കണം. അർഹരായിട്ടുള്ള ആളുകൾക്ക് ആ ഭവന സമുച്ചയത്തിൽ ഇനിയും സമയമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മധുവേട്ടനും കുടുംബത്തിനൊക്കെ അവിടെ വീട് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പഴയന്നൂർ പാറയ്ക്കൽ പ്രദേശത്ത് വീട് തകർന്ന് വീണതിനെ തുടർന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട മധുവിനെയും കുടുംബത്തെയും സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സലീം ടി, മുത്തു, അബ്ദുൾ ഗഫാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. CCV ന്യൂസ്, പഴയന്നൂർ.